അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാപം അവസാന നാളിൽ അനർത്ഥമായി തീരാൻ ഇടയുണ്ട്. ദയവായി ഓരോ സംഭാഷണവും ശ്രദ്ധയോടെ കാണുക. ഈ സ്കിറ്റ് നമ്മെ സ്വയം പരിശോധിക്കുവാനും സഹായിക്കട്ടെ. മണവാളൻ വരും നിശ്ചയം, നാളും നാഴികയും അറിയാകിയാൽ പിതാവല്ലാതെ പുത്രനും സ്വർഗത്തിലെ ദൂതനും കൂടെ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയോടും ജാഗ്രതയോടും കൂടെ ഈ ദിവസങ്ങളിൽ കഴിയണം. അത് ശരിയാ ശോശാമ്മേ. ഞാന് ഒരാഴ്ച മുമ്പേ നിങ്ങളില്ലേ അവിടെ പോയില്ലായിരുന്നു, ഒരു കൺവെൻഷൻ നടത്തിയത്. നമ്മൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ചർച്ചായിട്ട് മാസ പ്രാർത്ഥന ചെയ്തത്? തീർച്ചയായിട്ടും. പിന്നെ എന്റെ സ്വയമായുള്ള പ്രാർത്ഥനയിലും ഞാൻ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു പരസ്യവും നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല, ഒരു പണവും ആരുടെ ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. നമ്മുടെ ദൈവം പ്രാർത്ഥന കേട്ടു. എത്ര അനേക ആളുകളാ രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത്, ദൈവസഭയിലോട്ട് ചേർത്തത്. എന്ത് നന്ദി പറഞ്ഞാലും പറ്റും. പ്രാർത്ഥനയ്ക്ക് വിജയമുണ്ടോ ശോശാമ്മേ? യെസ്, അത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ശോശാമ്മേ, ഈ പ്രവർത്തനത്തെ ഓർത്ത് തുടർച്ചയായിട്ടും പ്രാർത്ഥിക്കണേ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. തുടർച്ചയായും അതിനുവേണ്ടി പ്രാർത്ഥിക്കണേ. പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ മുറിയില്, എന്റെ ഭവനത്തില് ഒരു പ്രയർ റൂം ഉണ്ട്. അതിന് പറയുന്ന വാർ റൂം എന്നാണ്. അവിടെ യുദ്ധം ചെയ്ത് ജയിക്കേണ്ടത് വേറെ ആളുകളുടെ മുമ്പിലല്ല ജയിക്കേണ്ടത്, പ്രാർത്ഥനയിൽ ജയിക്കണം. ജെസി സഹോദരി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ജോലിയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ആ പ്രശ്നക്കാരൊക്കെ ഇപ്പോഴും കൂടെ ഉണ്ടോ? പ്രശ്നക്കാരെല്ലാരും കൂടെ തന്നെ ഉണ്ട്. എപ്പോഴും പ്രശ്നങ്ങളാ. എന്നാലും ഞാനെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലോട്ട് കൊടുത്തിരിക്കുക. ദൈവം എല്ലാം തക്ക സമയത്ത് നന്നായി ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുക. നമുക്ക് നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ലേ പറയുന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം വിട്ടുവയ്ക്കുന്നു. ഞാനും സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാറമ്മാമേ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ദൈവം നടത്തുന്നു. ഇത്രത്തോളം നടത്തി. സറഫാത്തിലെ വിധവയെ കരുതിയ പോലെ അടിനെയും ഇത്രത്തോളം കരുതി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ നന്ദി. സ്തോത്രം. ജസ്ലിൻ എന്തൊക്കെയോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. പലർക്കും പല ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടമ്മ. എല്ലാം ദൈവത്തിന്റെ കൃപ. ദൈവം തരുന്നു, ഞാൻ സഹായിക്കുന്നു. എല്ലാം ദൈവനാമഹത്വത്തിന്. അത് അനേകർക്കും ഉപകാരമായിരിക്കട്ടെ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല, ആവശ്യങ്ങളും ശരി. തൊട്ടു പോരുത്. ഇത് ലൂയി വിട്ടോന. പോയി ഗൂഗിൾ ചെയ്യുന്നതിനും കാണാൻ ഇതിന് എത്ര വിലയുണ്ടെന്ന്. ശരി, എന്റെ ബാഗ് ഇതിനേക്കാൾ എത്ര നല്ലതാണ് നോക്ക്. കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലോ ബാഗിന്. പിന്നെ ലൂയി വിട്ടോനേക്കാളും നല്ലത്. ആഹാ, ഫേബയുടെ ചർച്ചിലൊന്നും കാണാനില്ലല്ലോ. സൺഡേ ഒന്നും ചർച്ചിൽ വരുന്നില്ലല്ലോ. എവിടെയായി ഇവിടെയൊക്കെ? എന്റെ ആന്റി, ആകെ കൂടെ ഓവർ ടൈം കിട്ടുന്ന ശനി ഞായറുമാണ്. എനിക്ക് അപ്പൊ ഈ ചർച്ചിലൊക്കെ വരാനൊന്നും പറ്റത്തില്ല. കാരണം എനിക്ക് ഓവർ ടൈം കിട്ടുന്ന ഒരേ ഒരു സമയം സാറ്റർഡേയും സൺഡേ. ആഹാ, ഒത്തിരി പൈസ ഉണ്ടാക്കുവാന്നല്ലോ.
മിനി സിസ്റ്ററെ, ഇത് എവിടുന്ന ഈ പേന? കൊള്ളാമല്ലോ, നല്ല ഫാൻസി പെണ്ണും കൊണ്ടൊക്കെ ആണല്ലോ. ഞാൻ എന്റെ സ്കൂളിൽ നിന്ന് എടുക്കുന്നതാ. അവിടെ ഇഷ്ടം പോലെ പേനയും ഇറേസറും എല്ലാം ഉണ്ട്. അത് നമുക്ക് പിന്നെ എനിക്ക് എല്ലാം ചർച്ചിലൊക്കെ ആൾക്കാർക്ക് കൊടുക്കാവുള്ളൂ. അവർക്ക് ആവശ്യം വരുമ്പോ അതൊക്കെ കൊടുക്കാവുള്ളൂ. അതിനെന്നാ ഓസാണല്ലേ കൊച്ചു കള്ളി. ഓസോ എത്ര നേഴ്സുമാർ ഹോസ്പിറ്റലിൽ നിന്ന് ഗ്ലൗസും ഹോസ്പീസും പിന്നെ എന്തൊക്കെ സാധനങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തോണ്ട് വരുന്നേ, അതൊക്കെ ഓസാന്നു. അതൊക്കെ ആൾക്കാർക്ക് സഹായത്തിന് വേണ്ടിയല്ലോ. അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതിനെടുത്ത ഒരെണ്ണോ രണ്ടോന്നോ എടുത്താ എന്തോ കുഴപ്പം? ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാ മതി. ഓസിയതൊന്നും അല്ല, ഇതെടുത്തോണ്ട് വന്നതാ. എന്നാലേ പേപ്പുട്ടി ഇങ്ങോട്ട് വന്നേ. ഞാനേ പേപ്പുട്ടിയുടെ ചെവിയിൽ ഒരു കാര്യം പറയട്ടെ. കുറെ നാളായിട്ട് ചർച്ച വരുന്നില്ലായിരുന്നു. ഒരു വിശേഷം പറയണ്ടേ. ഇത് പ്രാർത്ഥിക്കാനായിട്ട് മാത്രം പറയുന്നു, വേറെ ആരോടും പറയില്ല കേട്ടോ. നമ്മുടെ ചർച്ചിൽ വരുന്നേ ആ മഞ്ജുവിന്റെ മോൻ മനോജ് ഉണ്ടല്ലോ, അവനെ കഴിഞ്ഞ സാറ്റർഡേ ആ പാടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ആരാണ്ടൊക്കെ കണ്ടു. എന്നിട്ട് അതെന്നെ സാറ്റർഡേ, കഴിഞ്ഞ സാറ്റർഡേയില്ലേ? ആ കഴിഞ്ഞ സാറ്റർഡേ ആയിരുന്നല്ലോ നമ്മുടെ ഔട്ട്റീച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ആണോ? ട്രാക്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോയില്ലോ. അതന്നെ, ബാറില് എന്റെ മകനും പോയായിരുന്നു ട്രാക്ട് കൊടുക്കാൻ പോയത്. അയ്യോ, ഞാനിപ്പോ എന്തോ ചെയ്യാനാ? ഞാനിത് പ്രാർത്ഥിക്കാനായിട്ട് പലരോടും പറഞ്ഞു പോയി. ഒരു യൂട്യൂബ് ചാനലും പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കളികുടുതന്മാർക്ക് വേണ്ടിട്ട്. ഇതിന്റെ പേര് വിട്ടുപോയി. ഇനിയിപ്പോ എന്തോ ചെയ്യുന്നേ? നീ പറയുന്നത് കേട്ടോ? ഐ ഹേറ്റ് ദാറ്റ് ലേഡി. ഇവരെന്നെ കുറിച്ച് പണ്ടൊക്കെ പല ഗോസിപ്പുകളും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഇതൊന്നും നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഈ ഇത് ഇപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുവാണ്. ഓ, ഇവരൊക്കെ ക്ഷമിച്ചായിരുന്നു. പിന്നെ ഇതൊക്കെ എങ്ങനെയാ മറക്കുന്നേ? ബോറിംഗ് ഇല്ല ഇങ്ങനെ ഇങ്ങനെ നേരം ഇങ്ങനെ നോക്കിയോണ്ട്. അയ്യോ, ഒത്തിരി നേരമായി. എത്ര നേരം നമ്മളാ മിഡ് നൈറ്റ് ആയല്ലോ. ഉറക്കം വന്നിട്ടോ വയ്യ. നമുക്കൊന്ന് ഉറങ്ങാൻ ഇച്ചിരി നേരം. ഇനി എപ്പോഴാന്നാ മണവാളൻ വരുന്നത്? തുടങ്ങിയോ? എന്തോ അത്? അയ്യോ, കേട്ടോ നിങ്ങളെ? അയ്യോ, നിങ്ങൾ എന്തോ കാണിച്ചു? ആരുടെ എണ്ണയോടെ എണ്ണ തരാമോ? ഇച്ചിരി പ്ലീസ് പ്ലീസ് എണ്ണ തന്നെ. നിങ്ങൾക്കും ഞങ്ങൾക്കും തികയാതിരിക്കേണ്ടതിന് നിങ്ങൾ പോയി വേഗം അന്വേഷിപ്പിക്കണം. എന്തൊരു ദോഷമായി പറയുന്നേ. അയ്യോ പ്ലീസ്, അയ്യോ പ്ലീസ്, ഇച്ചിരി എണ്ണ, ഇച്ചിരി. പിന്നെ വേഗം, സമയമില്ല. വെള്ളമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക, യാതൊരു പ്രയോജനമില്ല. ചുമ്മാ ഒരു കാഹളനാദം കേൾക്കാറായി അവരെല്ലാം പോയി. പോയോ ഇവിടുന്ന്? അവരെല്ലാം വെള്ളം കുടിക്കാൻ പോയായിരിക്കും അല്ലേ? പോയോ? അയ്യോ, ഹലോ, നിങ്ങൾ ആരാണ്? നിങ്ങളെ ഞാൻ അറിയുന്നില്ല. എന്റെ പേര് ആലിസ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അയ്യോ, അങ്ങനെ പറയല്ലേ. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിയുന്നില്ല. ഇവിടല്ലേ അപേക്ഷിക്കല്ലേ? അറിയുന്നില്ലേ?
അയ്യോ, ഒരു പ്രാവശ്യം. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. മനുഷ്യപുത്രൻ വരുന്ന ദിവസവും നാഴികയും നിങ്ങൾക്ക് അറിയില്ല. എന്തോ ചെയ്യുന്നത് കണ്ടെടുക്കാം. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. മനുഷ്യപുത്രൻ വരുന്ന ദിവസവും നാഴികയും നിങ്ങൾക്ക് അറിയില്ല.